ഹായ് കൂട്ടുകാരെ, നമുക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു എണ്ണ മുറുക്കാം കേട്ടോ. എങ്ങനെ എണ്ണ മുറുക്കുന്നത് കാണിക്കാം. ചെമ്പരത്തിപ്പൂ വരെ ഇതളാക്കി. ഇതിന് ഇത് നമുക്ക് വേണ്ട കേട്ടോ. എണ്ണ അടുപ്പേ വെച്ചേ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി കടുക് ഉലുവ ഇടാം കേട്ടോ. ഉലുവ നമുക്ക് മുടി കറക്കാനും തലയ്ക്ക് തണുപ്പ് കിട്ടാനും താരൻ പോകാനൊക്കെ നല്ലതാണേ. ഇച്ചിരി ഉലുവ കുറച്ച് മതി, കുറച്ച് ഉലുവ ഇട്ടു. അതൊന്ന് മൂക്കട്ടെ. അന്നേരത്തിന് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ ഇടണം. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് തീയിൽ ഈ എണ്ണയ്ക്കകത്തിട്ട് കഴിയുമ്പോൾ അങ്ങ് ചോങ്ങിക്കോളും കേട്ടോ. കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളേ. കടുക് മൂക്കുന്നുണ്ട്. നമുക്കിത് കടുക് പൊട്ടാൻ തുടങ്ങിയേ. നമുക്കിനി പൂ അരിയിടാം. ഇത് 5 ദള പൂവ്, 5 ദളമുള്ള റോസ് ചെമ്പരത്തിപ്പൂ കേട്ടോ. കളറ് മാറുന്നത് കണ്ടോ. ചെമ്പരത്തിപ്പൂ നല്ലൊരു ഔഷധമല്ലേ. ഇതിൻ്റെ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കി സ്ക്വാഷൊക്കെ ഉണ്ടാക്കാം. ചെമ്പരത്തിപ്പൂ കൊണ്ട് അലുവ ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെമ്പരത്തിപ്പൂ നല്ലതാണ്, നല്ല ഗുണമുള്ള സാധനമാണ്. ചുവന്ന ചെമ്പരത്തിപ്പൂ 5 ഇതളുള്ള. ഞങ്ങളുടെ വീട്ടിൽ കുറേ ചെമ്പരത്തിപ്പൂ ഉണ്ട്. ഇത് ഉലുവായും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ എണ്ണ മുറുക്കാൻ പലതരം ഇല എടുക്കത്തില്ലേ. ഓരോ പ്രാവശ്യം ഓരോ സാധനം കൊണ്ടുണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, നമ്മൾ മുമ്പ് ഇട്ടപ്പോഴത്തേക്കും ഈ പാത്രം നിറയില്ലായിരുന്നു ചെമ്പരത്തിപ്പൂ. ഇപ്പം അത് എണ്ണയ്ക്കകത്ത് നിന്ന് ചൊങ്ങി നല്ലപോലെ മുരിയണം. മുരിയുമ്പോൾ എണ്ണ റെഡി. ഇതിൻ്റെ എണ്ണ മുറുക്കുന്നത് എങ്ങനെയാണോ, ഇതിൻ്റെ ഈ കൊമളയെല്ലാം നിന്ന് കഴിയുമ്പോൾ എണ്ണ പാകമാകും. മൂപ്പ് കൂടിപ്പോയാൽ നമ്മുടെ തലമുടി പൊഴിയുമെന്നാണ് പറയുന്നത്. ഇത്തിരി വെട്ടി തിളയ്ക്കരുത്. അതിനൊരു പാകമുണ്ട്, അതനുസരിച്ച് വേണം എണ്ണ മുറുക്കുമ്പോൾ തീ ഓഫ് ചെയ്യാൻ. ഉലുവായും ചെമ്പരത്തിപ്പൂ മാത്രമേ ഇതുള്ളൂ കേട്ടോ. അങ്ങനെ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള എണ്ണ റെഡി കണ്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ഇടണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.